ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. ഈ അടുത്ത് തന്നെ ഒരു നടനെ അറസ്റ്റ് ചെയ്തു, നടൻ്റെ പേരിൽ കേസ് വന്നു, ഭയങ്കര അങ്ങോട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുടി വളർത്തി താടി വളർത്തിയവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ്, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ശരിയാണ്? അങ്ങനെ ഒരു മനോഭാവം ശരിയായിട്ട് തോന്നുന്നുണ്ടോ? മുടിയും താടിയും വളർത്തിയോണ്ട് അവരെ ശരിയല്ല എന്ന് പലരും അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ആ ഒരു മനോഭാവം ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ആരുടെ മനോഭാവം? ആൾക്കാരുടെ പല ആൾക്കാർ. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ താടി വളർത്തും മീശ വളർത്തും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മുടി കുറച്ചൊരു നീട്ടി വളർത്തി താടി വളർത്തി ശരി അവൻ കഞ്ചാവടിക്കാരനാണ്, അങ്ങനെ പോലീസുകാരടക്കം ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്താ പറയാ, ആളുടെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ ആളുടെ ഒരു സ്റ്റൈലും നോക്കിയിട്ട് വന്ന അവൻ ശരിയല്ല എന്ന് ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാര്. ശരിക്കും ആ ഒരു മനോഭാവം ശരിയാണോ? ആ മനോഭാവം ശരിയാണോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മുടി വളർത്തിയവരും താടി വളർത്തിയവരും എല്ലാം കഞ്ചാവ് വലിക്കാരും മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നൊരു ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? അല്ല, എനിക്കില്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടാണെങ്കിലും ഈ പാട്ട് അങ്ങനെ ഒരു മീനിങ്ങിൽ ഇതായതാണ്. പിന്നെ പണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ മുടി വളർത്തിയ ആളാണ്. ഞങ്ങൾ വണ്ടി പോയപ്പോൾ പോലീസ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മുടി വളർത്തിയതിൻ്റെ പേരിൽ ഓക്കെ അവൻ്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതായിട്ടും ഈ ഒരു മനോഭാവം ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും അത് ഒരു ശരിയായൊരു മനോഭാവമായിട്ട് തോന്നുന്നുണ്ടോന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഈ ശരിയായ മനോഭാവം എന്ന് അത് ആരോട് ചോദിക്കണു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ താടി വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത, മുടി ക്രോപ്പ് ചെയ്ത് മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത നടൻ വന്ന് എന്നോട് കഞ്ചാവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരുടെ മനോഭാവമാണ് ശരിയും തെറ്റും? എന്നോട് വന്ന് കഞ്ചാവ് ചോദിച്ച ആള് ക്ലീൻ ഷേവാണ്, മേക്കപ്പ് ഒക്കെ ചെയ്ത്, മേക്കപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്തൊക്കെ അല്ല, ടാൽക്കം പൗഡറൊക്കെ ഇട്ട് ഡ്രസ്ഡായിട്ട് വന്നിട്ട് അല്പം മുഷിഞ്ഞ ഡ്രസ്സ് താടി വളർത്തി ഒക്കെ നിൽക്കുന്നത് എന്നോട് വന്ന് കഞ്ചാവ് ചോദിച്ചു. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാത്ത ആളാണ്, പക്ഷെ അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. അപ്പൊ പിന്നെ ഈ മുടി വളർത്തിയവനാണോ മോശക്കാരൻ, ക്ലീൻ ഷേവ് ചെയ്തവനാണോ മോശക്കാരൻ? അങ്ങനെ അല്ലെങ്കിൽ പോലും പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടാറില്ലേ മുടി? ഞാൻ ഏത് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ കഞ്ചാവുകാരൊക്കെ വന്ന് എന്നോട് മരുന്ന് കഴിക്കാറുണ്ട്. ജഡ്ജല്ല, അവര് ഷുവറാണ്, അവർക്ക് ഞാനത് ഉപയോഗിക്കുന്നത് ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു മനോഭാവം ആൾക്കാര് വന്ന് ചോദിക്കുമ്പോ എന്താ തോന്നാറ്? എന്തിങ്ങനെ പറയാറെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അഭിമാനം തോന്നും. അഭിമാനം തോന്നും, കാരണം അവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തല്ലോ എന്നുള്ള കാര്യത്തിൽ. അല്ലാതെ വേറെ ഇതിൽ എനിക്ക് ഏതെങ്കിലും ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഒരു പ്ലക്കാർഡ് പിടിച്ച് നടക്കാൻ പറ്റുമോ? ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്ന് പ്ലക്കാർഡ് പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ആ മനസ്സിലുള്ള ചിന്താഗതിയും ഇതൊക്കെയാണ്. അല്ലാതെ ഇതിവിടെ ഇങ്ങനെ വരാൻ കാരണം തന്നെ എന്താണ്, 1970-കളിൽ ഹിപ്പി എന്നൊരു കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഹിപ്പി എന്നൊരു സംഗതി, ഇതൊക്കെ ഫോറിനേഴ്സൊക്കെ പണ്ട് ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. മുടി നീട്ടി വളർത്തി താടി വളർത്തി കഞ്ചാവ് വലിച്ചെടുക്കുന്ന ഹിപ്പികൾ. ഇന്ന് ഹിപ്പി എന്ന വാക്ക് പോലും കേൾക്കാറില്ല. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഹിപ്പി എന്നുള്ളൊരു വാക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് വന്നാണ്. അത് കളഞ്ഞ ആ ഒരു സംസ്കാരം നമ്മളിപ്പോൾ എടുത്ത് തുളത്തിടുന്നു. അത്രേ ഉള്ളൂ അതിലൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമ റിലീസിന് ഇറങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും ജീവിതവും മനുഷ്യൻ്റെ ജീവിതത്തിലെ നാടകീയതകളും യാഥാർത്ഥ്യങ്ങളും ചേർന്ന് അതിനെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുക. ഇത് പ്രേക്ഷകൻ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് 16-ന് ശേഷം ഏത് സിനിമയുടെ കാര്യമാണ് ഇത് റിലീസ് ചെയ്ത് തിയേറ്ററിൽ വന്നു ഈ സിനിമ. പക്ഷേ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ആഗ്രഹവും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കണം. ഇനിയും
ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളുമായി മുന്നോട്ട് പോവുക. കാരണം ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ ബഡ്ജറ്റിൽ വലിയ സെറ്റിങ്സിലും ചെയ്തിരിക്കുന്ന ഒരു സിനിമകളല്ല. ഞങ്ങൾ റിയൽ ലൊക്കേഷൻ സിറ്റുവേഷൻസ് ഇതിലെല്ലാം ചെയ്യുന്ന വിചാരിച്ച് പൈസ ചിലവായിട്ടില്ല എന്നുള്ള സാധാരണ സിനിമയ്ക്ക് ചിലവായിട്ട് കാശൊക്കെ ചിലവായിട്ടുണ്ടാവണം, ചിലവായിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ യഥാർത്ഥ ലൈഫാണ്, ഒരു 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 മനുഷ്യരുടെ യഥാർത്ഥ ലൈഫാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടുള്ള വെള്ളം ചേർക്കലൊന്നാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വന്ന് വണ്ടിയുടെ പുറത്തോട്ട് വീഴുമ്പോൾ വണ്ടി തകർന്നു പോകുന്ന സീനൊന്നും ഇതിലില്ല. പക്ഷേ നിങ്ങൾക്കിതിൽ ജീവിതം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കണം, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഞാൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഇക്കയും പുതിയ നല്ല അടിപൊളി റോള് ഞങ്ങളുടെ മുന്നിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി.